ഈ സഹോദരിമാരൊക്കെ പഠിക്കണം ഭർത്താക്കന്മാരെ കുറിച്ച്. നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ ഭർത്താക്കന്മാർ, നിങ്ങളുടെ മക്കളെ കുറിച്ച്, നിങ്ങളുടെ കൂടപ്പുറപ്പുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണം. പ്രവാസ ജീവിതം എന്താണെന്ന് അതറിഞ്ഞിരുന്നെങ്കിൽ കാസർഗോഡിന്റെ പരിസരത്തുള്ള എന്റെ സഹോദരിമാരൊക്കെ അള്ളാനെ തലകുത്തി കിടന്ന് സുജൂദിൽ നന്ദി രേഖപ്പെടുത്തിയനെ. ആ പാവപ്പെട്ടവരുടെ ജീവിതം എന്താണെന്ന് അവർക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ, കാസർഗോഡുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ റമദാനിന്റെ 1 മുതൽ 10 വരെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പർച്ചേസ് നടക്കുക, ഓരോ കടകൾ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കാം. അപ്പൊ നമ്മുടെ ചിന്തയിൽ റമദാനിൽ ഇങ്ങനെ കയറി ഇറങ്ങി പെരുന്നാളിന്റെ വസ്ത്രം വാങ്ങാനും, നമ്മൾ അതൊക്കെ ഒരു വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങി ഇഫ്താറും സംഗമങ്ങളും ഇങ്ങനെ പരിപാടികളൊക്കെയാ നടത്തുമ്പോ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാസ ലോകത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ആ പാവപ്പെട്ടവന്റെ സങ്കടം എനിക്കൊന്നേ എന്റെ സഹോദരിമാരോട് പറയാനുള്ളൂ. എന്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ ഭർത്താവിന്റെ രക്തം വിയർപ്പാക്കി ആ പാവപ്പെട്ടവന്റെ രക്തത്തിൽ, ആ രക്തം വിയർപ്പാക്കി അധ്വാനിക്കുന്ന ആ ഓരോ രൂപയും